രണ്ടാം ദേശീയ തൊഴിൽ കമ്മീഷന്റെ ശുപാർശയിന്മേൽ 29 തൊഴിൽ നിയമങ്ങൾ ക്രോഡീകരിച്ച് വേജ് കോഡ്, സോഷ്യൽ സെക്യൂരിറ്റി കോഡ്, ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡ്, ഓക്യുപേഷണൽ സേഫ്റ്റി, ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് എന്നിങ്ങനെ 4 തൊഴിൽ കോഡുകളായി 2020 കേന്ദ്ര സർക്കാർ കരട് വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. തുടർന്ന് കേരള സർക്കാർ 14/12/2021 വേജ് കോഡിലും 15/12/2021 OSS കോഡിലും സോഷ്യൽ സെക്യൂരിറ്റി കോഡിലും 30/12/2021 ഇൻഡസ്ട്രിയൽ റിലേഷൻസ് കോഡിലും കരട് റൂൾസ് പ്രസിദ്ധീകരിച്ചിട്ടുള്ളതാണ്. അതിനുശേഷം ബന്ധപ്പെട്ട കക്ഷികളിൽ നിന്ന് അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ലഭ്യമാക്കുന്നതിന് വേണ്ടി തൊഴിലാളി സംഘടനകൾ, തൊഴിലുടമകൾ, നിയമവിദഗ്ധർ എന്നിവരെ ഉൾപ്പെടുത്തി ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാനതല ശില്പശാല 2/7/2022 തിരുവനന്തപുരത്ത് വെച്ച് സംഘടിപ്പിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ പാസാക്കിയ ലേബർ കോഡുകളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളും പരിഹാര മാർഗ്ഗങ്ങളും തുടർന്നും ചർച്ച ചെയ്യുന്നതിന് വേണ്ടി 19/12/2025 കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്ത് വെച്ച് സർക്കാർ, വിവിധ ട്രേഡ് യൂണിയനുകൾ, നിയമവിദഗ്ധർ, ഉദ്യോഗസ്ഥർ എന്നിവരെ ഉൾപ്പെടുത്തി ദേശീയ ലേബർ കോൺക്ലേവ് സംഘടിപ്പിക്കുകയും പ്രസ്തുത കോൺക്ലേവിൽ ലേബർ കോഡുകളെക്കുറിച്ച് പഠിക്കാനും കേരളത്തിലെ തൊഴിലാളികൾക്ക് ലേബർ കോഡ് മൂലമുള്ള പ്രത്യാഘാതങ്ങൾ മനസ്സിലാക്കുവാനും അതിന് പരിഹാര മാർഗ്ഗങ്ങൾ നിർദ്ദേശിക്കുവാനും വേണ്ടി കമ്മിറ്റി രൂപീകരിക്കാൻ തീരുമാനിച്ചു. ആയതിൻ പ്രകാരം 22/1/2026 74/2026 നമ്പർ ഉത്തരവ് പ്രകാരം ജസ്റ്റിസ് റിട്ടയർഡ് ഗോപാലഗൌഡ ചെയർമാനായും വിദഗ്ധ അംഗങ്ങളെ ഉൾപ്പെടുത്തിയും കമ്മിറ്റി രൂപീകരിക്കുകയും ആ കമ്മിറ്റി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. ഇതിനിടയിൽ 8/5/2026 കേന്ദ്ര സർക്കാർ ലേബർ കോഡിൽ അന്തിമ ചട്ടങ്ങൾ വിജ്ഞാപനം പുറപ്പെടുവിച്ചു. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 8/6/2026 കേന്ദ്ര തൊഴിൽ വകുപ്പ് മന്ത്രി രാജ്യത്തെ മുഴുവൻ തൊഴിൽ വകുപ്പ് മന്ത്രിമാരുടെയും യോഗം വിളിച്ച് അടിയന്തരമായി ലേബർ കോഡ് സംസ്ഥാനത്ത് നടപ്പിലാക്കണമെന്ന് നിർദ്ദേശിച്ചു. എന്നാൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി ഈ ബന്ധപ്പെട്ട എല്ലാവരുമായി, ട്രേഡ് യൂണിയനുകൾ അടക്കമുള്ള മുഴുവൻ പേരുമായി ചർച്ച ചെയ്തതിന് ശേഷം മാത്രമേ അത്തരം കാര്യത്തിൽ തീരുമാനമെടുക്കാനാകൂ എന്ന് കമ്മിറ്റിയിൽ തന്നെ നിലപാട് വ്യക്തമാക്കിയിട്ടുള്ളതാണ്. തുടർന്ന് 11/6/2026 ഇവിടെ തിരുവനന്തപുരത്ത് വെച്ച് സംസ്ഥാനത്തെ എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുടെയും യോഗം ചേരുകയുണ്ടായി. ആ യോഗത്തിൽ ഇത് സംബന്ധിച്ച ചർച്ചകൾ നടത്തുകയും എല്ലാ ട്രേഡ് യൂണിയൻ പ്രതിനിധികളുമായി വിശദമായ ചർച്ചകൾ പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ അന്തിമ തീരുമാനം കൈക്കൊള്ളുകയുള്ളൂ എന്നും ആയതിനായി ഒരു ലേബർ ശില്പശാല സംഘടിപ്പിക്കേണ്ടതാണെന്നും തീരുമാനിച്ചു. പ്രസ്തുത ശില്പശാലയിൽ ലേബർ കോഡുമായി ബന്ധപ്പെട്ട് ജസ്റ്റിസ് റിട്ടയർഡ് ഗോപാലഗൌഡ കമ്മിറ്റി റിപ്പോർട്ട് വിശദമായി പരിശോധിക്കാനും അതിന്മേൽ ട്രേഡ് യൂണിയൻ അടക്കമുള്ള വിദഗ്ധ, നിയമവിദഗ്ധർ ഉൾപ്പെടെയുള്ള മുഴുവൻ പേരുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ ലഭ്യമാക്കിയതിനു ശേഷം മാത്രമേ കേരള ചട്ടങ്ങൾ രൂപീകരിക്കാനുള്ള തുടർ നടപടികൾ സ്വീകരിക്കുകയുള്ളൂ എന്നും തീരുമാനിച്ചിട്ടുണ്ട്.